അടുത്തതായിട്ട് പ്രിയപ്പെട്ട ശ്രീ രാഹുൽജി സംസാരിക്കും. I'd like to welcome everybody, all the senior leaders who are on the stage, and my brothers and sisters. I'd like to welcome all of you here today. വേദിയിലുള്ള ഏറ്റവും മുതിർന്ന എല്ലാ നേതാക്കന്മാരെയും ഇന്ന് ഇവിടെ യോഗത്തിലെത്തിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you specially for coming out to listen to me in this tremendous heat. ഈ ഇത്രയും ചൂടുള്ള സമയത്ത് എന്നെ കേൾക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇവിടെ എത്തിയതിൽ ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. I'd like to also welcome all our workers, all our local body leaders to this meeting. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പ്രവർത്തകരെയും നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും കൂടി ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. We are fighting here an election against the LDF, which is fully supported by the BJP. നമ്മൾ ഇവിടെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായി BJPയുടെ പിന്തുണയോടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള ഒരു പോരാട്ടത്തിലാണ് നിൽക്കുന്നത്. On one side is the UDF and on the other side is a combination of LDF and BJP. ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്ത് UDFും മറുഭാഗത്ത് LDFും BJPയും കൂടിയുള്ള ഒരു സംയുക്ത മുന്നണിയുമാണ്. One famous economist many years ago said that there is a hidden hand in the market. ഒരു പ്രമുഖനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കുറെ നാൾ മുമ്പ് പറഞ്ഞു, നമ്മുടെ ഈ മാർക്കറ്റിൽ ഒരു അദൃശ്യമായ കരമുണ്ട് എന്ന്. And he was making a point about economics. അദ്ദേഹം സാമ്പത്തിക തത്വശാസ്ത്രത്തെ കുറിച്ച് ഒരു കാര്യമാണ് സൂചിപ്പിച്ചത്. But here in the Kerala elections there is a hidden hand of the BJP. പക്ഷേ ഇവിടെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു അദൃശ്യമായ കരമുണ്ട്. And the BJP does not want the LDF, does not want the UDF here, because they know that the only force that challenges them in the country is the Congress party. BJPക്ക് കേരളത്തിൽ UDF വരണമെന്ന് ആഗ്രഹമില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം, അവരെ വെല്ലുവിളിക്കുന്ന ഏറ്റവും വലിയ ശക്തി കോൺഗ്രസ് ആണ്. We have a ideological difference, fundamental ideological difference with the BJP and the RSS. നമുക്ക് BJPയോടും RSSനോടും ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ട്. And the BJP understands that the left front LDF can never challenge them at the national level. BJPക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ദേശീയ തലത്തിൽ ഇവിടുത്തെ LDFന് അവരെ ഒരിക്കലും വെല്ലുവിളിക്കാൻ ഉള്ള ശക്തിയില്ല എന്നുള്ളതറിയാം. And they also know that if they are in power in Delhi, then any LDF government in Kerala is fully under their control. അതുമാത്രമല്ല, അവർക്കറിയാം, അവർ ഡൽഹിയിൽ അവർ അധികാരത്തിലുണ്ടെങ്കിൽ കേരളത്തിലെ ഏതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഉണ്ടെങ്കിലും അവരുടെ അധികാരത്തിന്റെ കീഴിലാണ് എന്നവർക്കറിയാം. Many of you will say, what is the proof for this statement that I am making? പലരും ഒരുപക്ഷെ ചോദിച്ചേക്കാം, നിങ്ങൾ ഇങ്ങനെ ഒരു പറയുന്നതിലുള്ള തെളിവ് എന്താണ് എന്നുള്ളത്. How do we know that it is factually correct? അത് യാഥാർത്ഥ്യമാണെന്നുള്ളത് എങ്ങനെ അറിയാം എന്നുള്ള ചോദ്യം ചിലപ്പോൾ ഉന്നയിച്ചേക്കാം. Well, the first proof is that people who fight the BJP, who genuinely fight the BJP, get attacked by the BJP. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തെളിവ് എന്ന് പറയുന്നത് BJPയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ BJPയോട് പോരാടുന്ന എല്ലാവർക്കെതിരെയും BJP വലിയ ആക്രമണം അടിച്ചുവിടും. They get threatened by the BJP. അവർ BJPയിൽ നിന്ന് അവർക്ക് നിരന്തരമായ ഭീഷണി നേരിടേണ്ടി വരുന്നുണ്ട്. I myself have been attacked. I have 36 cases on me. എനിക്കെതിരെ 36 കേസുകൾ ഉണ്ട്. എന്നെ തന്നെ BJP ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. I've been interrogated for 55 hours non-stop. ഞാൻ 55 മണിക്കൂർ ഇടതടവില്ലാതെ നിരന്തരമായി എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. So the first proof is that there is no attack on the chief minister of Kerala by the BJP. അതുകൊണ്ട് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ BJPയുടെ ഒരു ആക്രമണവും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. Everybody knows
that the LDF leadership is corrupt. എല്ലാവർക്കും അറിയാം ഇവിടുത്തെ LDFന്റെ നേതൃത്വം അവർ കീഴടങ്ങിയിരിക്കുകയാണ്. There are cases ongoing, but there is no pressure on them from the BJP. There is no interrogation. There are no threats from the BJP on them. അവരുടെ നേരെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചോളം യാതൊരു ഭീഷണിയും BJPയുടെ നേരിൽ നിന്ന് അവർക്കൊരു ഭീഷണിയും നേരിടുന്നില്ല. And the second reason is the Prime Minister came here yesterday to Kerala. ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ കേരളത്തിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു. Wherever he goes, he talks about temples and religion. അദ്ദേഹം എവിടെയെല്ലാം പോയാലും അദ്ദേഹം മതത്തെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. In every speech, he is talking about temple and religion. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയുന്നത് അമ്പലങ്ങളെക്കുറിച്ചും അവിടുത്തെ മതത്തെക്കുറിച്ചുമാണ്. But somehow, he has forgotten about what happened in Sabrimala. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം കേരളത്തിൽ വരുമ്പോ ശബരിമലയെ കുറിച്ച് അദ്ദേഹം മറന്നുപോവുകയാണ്. He has forgotten that the left front leaders stole from Ayyappaji. അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ശബരിമല അയ്യന്റെ സ്വത്ത് കവർന്നു എന്നുള്ളത് മറക്കുകയാണ്. സ്വർണം കവർന്നു എന്നുള്ളത് മറക്കുകയാണ്. He has forgotten that the left front leaders took the gold of Ayyappa temple and replaced it with brass. അദ്ദേഹം മറന്നുപോവുകയാണ് ശബരിമലയിലെ അയ്യപ്പന്റെ ക്ഷേത്രത്തിലുള്ള സ്വർണം അവിടെ നിന്ന് കട്ടെടുത്തു കൊണ്ടുപോയി അതിൽ ചെമ്പാക്കി മാറ്റി അവിടെ വെച്ചു എന്നുള്ളത് അദ്ദേഹം മറക്കുകയാണ്. So because he does not want to damage the BJP, he has kept quiet about the crime that has taken place against the holiest temple. പക്ഷേ CPMനെ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ രാജ്യത്തെ ഏറ്റവും പവിത്രമായ ക്ഷേത്രത്തിൽ നടന്ന കൊള്ളയെ അദ്ദേഹം മറച്ചു വയ്ക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.